നീന നിക്കണില്ലേ? ഇപ്പോൾ ഇവിടെ രാവിലെ സമയം 6 മണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ നല്ല തണുപ്പ് തുടങ്ങിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നേരം വെളുക്കുമ്പോൾ സമയം കുറച്ച് വൈകിട്ടോ, ഒരു 7:30 ആവണം പുറത്തൊരു നല്ലൊരു വെട്ടം വയ്ക്കാൻ വേണ്ടിയിട്ട്. തണുപ്പ് ഉണങ്ങിയിട്ടുണ്ടെങ്കിൽ അങ്ങനെയാണ്. പിന്നെ വൈകിട്ട് ഒരു 5 മണിയാകുമ്പോഴേക്കും നല്ല ഇരുട്ടാവുകയും ചെയ്യും. നീനയുടെ സ്കൂൾ ബസ് രാവിലെ 6:45 വരും കേട്ടോ. ആളിപ്പോൾ എഴുന്നേക്കും. നല്ല തണുപ്പാണ് പുറത്ത്. നീനയുടെ സ്കൂൾ ബസ് വന്നിട്ടെ. ഇപ്പോൾ ഇവിടെ സമയം 7 മണിയായിട്ടുണ്ട് കേട്ടോ. ചെറുതായിട്ട് നേരം വെളുത്ത് തുടങ്ങിയിട്ടുണ്ട്. അത്യാവശ്യം ഒരു വെട്ടമൊക്കെ വെച്ചിട്ടുണ്ട്. മരത്തിൻ്റെ ഇലകളൊക്കെ കൊഴിഞ്ഞു കേട്ടോ. ഞാനപ്പോൾ നിങ്ങളെന്നെ ഇന്ന് എൻ്റെ കല്യാണ ആൽബം കാണിച്ചു തരാം കേട്ടോ. നിങ്ങൾ കുറച്ച് പേരെ എൻ്റെ അടുത്ത് ചോദിക്കുന്നത് കല്യാണ ആൽബം കാണിക്കാൻ വേണ്ടിയിട്ട്. ഇത് ഇതിനിടെ കല്യാണ ആൽബം കിട്ടിയത്. അല്ലെങ്കിൽ ഈ ആൽബം
പോച്ചേരിലാണ് ഇരുന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ വെള്ളപ്പൊക്കമൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ബാക്കി അവിടെ ഇരുന്നിരുന്ന പഴയ ഫോട്ടോസുകൾ എല്ലാവരും ഞങ്ങളുടെ ആ വെള്ളത്തിൽ മുങ്ങിപ്പോയി. അപ്പോൾ കല്യാണ ആൽബം ഞാൻ ഒരു പ്രാവശ്യം ഞാൻ പോയി കഴിഞ്ഞപ്പോൾ ഞാനിവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് കല്യാണ ആൽബം കിട്ടിയത്. അപ്പോൾ കല്യാണത്തിൻ്റെ കാസറ്റ് എൻ്റെ കയ്യിലുണ്ട്, പക്ഷെ അത് ഇടുന്ന VCR ഇല്ല. പിന്നെ എൻ്റെ അടുത്ത് ഞാൻ ചെറിയൊരു CD-യിലാക്കിയിട്ടുണ്ട്, പക്ഷെ അത് കമ്പ്യൂട്ടറിൽ ഇടുന്നതായിരുന്നു. അത് പഴയ കമ്പ്യൂട്ടറിനൊക്കെ ഉണ്ട്. ഇപ്പോൾ വാങ്ങണ കമ്പ്യൂട്ടറിനൊന്നും അത് ഇടുന്ന ആ ചെറിയ CD ഇടുന്നത് ഇപ്പോഴത്തെ കമ്പ്യൂട്ടറിന് വരണില്ല. അപ്പോൾ അതുകൊണ്ട് ആൽബം കാണിക്കാം. കാസറ്റാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി നന്നായിട്ട് ക്ലിയർ ആയിട്ട് കാണാമായിരുന്നു. ആൽബം അത്രയ്ക്ക് ക്ലിയർ ആയിട്ട് കാണാൻ വേണ്ടിയിട്ട് പറ്റുമെന്ന് അറിയില്ല, എന്നാലും ഞാൻ ക്ലിയർ ആയിട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് നോക്കാം. പിന്നെ ഞാൻ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എൻ്റെ കുറച്ച് കമ്മലെടുത്ത് വെച്ചിട്ടുണ്ട്. സ്വർണ്ണത്തിൻ്റെ കമ്മലല്ല കേട്ടോ, ഞാനിവിടെ എപ്പോഴും ഷോയ്ക്ക് ഇടുന്നതാണ്. കാണിക്കാം. ഞാൻ സ്വർണം അധികം ഇടൽ വളരെ കുറവാണ്. സ്വർണ്ണം ഇടാറില്ല. എനിക്ക് അങ്ങനെ സ്വർണ്ണത്തിനോട് എനിക്ക് അത്രയ്ക്ക് വലിയ ഇഷ്ടമില്ല. എനിക്കാണ് ഇപ്പോൾ ആർക്കും അങ്ങനെ സ്വർണ്ണം അത്രയ്ക്ക് ഇഷ്ടമില്ലല്ലോ. ഇതേപോലത്തെ ഇങ്ങനെ കമ്മലുകളൊക്കെ ഇപ്പം നമുക്ക് കടയിൽ നിന്ന് വേണ്ടത് വില കുറവിന് വാങ്ങാൻ വേണ്ടിയിട്ട് കിട്ടുമല്ലോ. പിന്നെ പൈസയും അധികമില്ല, സൂക്ഷിക്കുകയും വേണ്ട. സ്വർണ്ണമൊക്കെ ആകുമ്പോൾ സൂക്ഷിച്ചൊക്കെ വെക്കണത്. അപ്പോൾ അതുകൊണ്ട് സ്വർണ്ണം ഇടുന്ന പരിപാടി എനിക്ക് അങ്ങനെ ഇല്ല. പിന്നെ എൻ്റെ അടുത്ത് 2-3 മാലകളുണ്ട്. ഒന്നും സ്വർണ്ണമല്ല, ഒക്കെ മുക്കണേ. അപ്പോൾ അതൊക്കെ കാണിക്കാം. പിന്നെ രാവിലെ വീഡിയോ ഞാൻ കുറച്ച് കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് രാവിലെ ജസ്റ്റ് ഞാനൊന്ന് പിടിച്ചതാണ്. ഇവിടെ നല്ല തണുപ്പ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നാട്ടിൽ പോയിട്ട് ഇപ്പോൾ കുറേ ആയല്ലോ, അല്ലെങ്കിൽ ഇപ്പോൾ നാട്ടിൽ പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ വാങ്ങായിരുന്നു. പക്ഷെ ഇപ്പോൾ നാട്ടിൽ പോയിട്ട് 2 വർഷമായി. പക്ഷെ ഞാൻ ഡിസംബറിലേക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. ഡിസംബറിൽ നാട്ടിൽ പോകാൻ വേണ്ടിയിട്ട് പറ്റുമെന്ന് വിചാരിക്കണം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് കല്യാണ ആൽബം കാണാം. അല്ലെങ്കിൽ വേണ്ട, ഫസ്റ്റ് കല്യാണ ആൽബം കാണാം. ഫസ്റ്റ് നമുക്ക് കമ്മൽ കാണാം. ഞാൻ എന്തായാലും കാതിൽ കമ്മൽ ഇട്ടിട്ടില്ല, ഒരു കമ്മൽ ഇട്ടിട്ടാ. ഇതിൽ നിന്ന് ഒരു കമ്മൽ എടുത്തിട്ടാ. എൻ്റെ കയ്യിലുള്ളത് എല്ലാവരും ഇതേപോലത്തെ ഇങ്ങനത്തെ മോഡൽ കേട്ടോ. ഇത് ഒരു തരം ഇങ്ങനെ മെറ്റലിൻ്റെ ഇത് ഇങ്ങനത്തെ കമ്മൽ. അപ്പോൾ കമ്മൽ ആദ്യം ഇട്ട കമ്മലിട്ടിട്ട് ഒരു വൃത്തിയും വനും വയ്ക്കട്ടെ. ഈ കമ്മൽ വേണ്ട. ഏതാണ്ട് കണ്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒരേപോലെയാണ് ഇരിക്കുക. ഇത് മതി. പക്ഷെ ഇപ്പോഴത്തെ ഇങ്ങനത്തെ കമ്മലുകൾക്കൊക്കെ എനിക്ക് തോന്നുന്നു വിലയായിരുന്നാലും ഭയങ്കര കുറവാണല്ലോ. പക്ഷെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുമ്പോൾ, നമ്മൾ ഓൺലൈനൊക്കെ ഇതേപോലത്തെ ഓരോ കമ്മലുകളൊക്കെ നോക്കുമ്പോൾ എന്തൊരു വിലയാണ്, ഭയങ്കര വിലയാണ്. ഇപ്പോൾ പണ്ടത്തെ പോലെയല്ലല്ലോ, ഒരുപാട് വെറൈറ്റി കമ്മലുകളും മാലകളും വളകളൊക്കെ കണ്ടുപോകാനുണ്ടല്ലോ. ഞാൻ വിലയായിരുന്നാലും ഭയങ്കര കുറവ് തന്നെയാണ്. അപ്പോൾ കമ്മലിട്ടിട്ട് സുന്ദരിയായിട്ടുണ്ട്. പിന്നെ മൂക്ക് എൻ്റെ കുറേ നാൾ മുമ്പ് മൂക്ക് കുത്തിയതാണ് കേട്ടോ. എനിക്കാണ് കുറച്ച് നാൾ മുമ്പ് ആൾക്കാർ കണ്ടു തുടങ്ങിയിട്ടുള്ളൂ എന്നാണ്. എനിക്കാണ് ഞാൻ 9th പഠിക്കുന്ന സമയത്ത് എൻ്റെ മൂക്ക് കുത്തിയേക്കുന്നത്. അതൊക്കെ കമ്മൽ കാണിക്കാം. ഇതേനാ, ഇതൊരു ബ്ലൂ ഞാത്തിക്കുള്ളൊരു കമ്മൽ. ഇത് ഞാൻ ഷോയ്ക്കൊക്കെ വേണ്ടിയിട്ട് മിക്കപ്പോഴും ഇടാറുണ്ട് കേട്ടോ. ഈ കമ്മൽ എല്ലാ കമ്മലും മിക്കപ്പോഴും ഇടാറുണ്ട്. ഇതൊരെണ്ണം. പിന്നെ എൻ്റെ സ്വർണ്ണങ്ങളൊന്നും എൻ്റെ കയ്യിലില്ല കേട്ടോ, എനിക്ക് നാട്ടിലാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇതൊക്കെ കാണിക്കാം. പിന്നെ ഇത് തന്നെ വേറെ ഒരെണ്ണം, ഇതൊരു കിളിക്കൂട് പോലത്തെ ഒരു കമ്മല്. എല്ലാവരും സെയിം മെറ്റൽ തന്നെ കേട്ടോ. ഇത് പിന്നെ ഇത് വേറെ ഒരെണ്ണം. ഇത് ഓണത്തിനൊക്കെ ഇടാൻ വേണ്ടിയിട്ട് പറ്റും. ഇതാ വലിയൊരു കമ്മല. ഇതും ഞാൻ ഷോയ്ക്ക് ഇട്ടിട്ടുണ്ട്, പക്ഷെ ഭയങ്കര വലുതാത്. ഇത് ഹാനയ്ക്ക് നെറ്റിപ്പട്ടം കെട്ടണ പോലത്തെ കമ്മല. പിന്നെ ഇത് വേറൊരു കമ്മല്. ഇത് ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോ റെക്കോർഡ് ചെയ്ത സമയത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു. കണ്ടിട്ടുണ്ടെങ്കിൽ ഒക്കെ ഒരേപോലെ ഇരിക്കുക. പിന്നെ വേറൊരു കമ്മലുണ്ട്. ഇത് ഞാനിട്ട് ഒരു ദിവസം വീഡിയോ ചെയ്ത് കഴിയുമ്പോൾ ഇതാരോ കമൻസ് ഇട്ടുണ്ടായിരുന്നു, ഡാൻസ് കാര്യത്തിൻ്റെ പോലെ ഇരിക്കുന്നുണ്ടെന്ന്. കാരണം ഇതിന് ഭയങ്കര നീളമുണ്ട്. ഇതാ ഇത്. പിന്നെ അതേനാ നമ്മുടെ താമരയുടെ ഒരു കമ്മൽ.
എല്ലാവരും സെയിം മെറ്റൽ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇടുമ്പോൾ എല്ലാവരും ഒരേപോലെ തന്നെ ഇരിക്കും. ഈ പ്രാവശ്യം നാട്ടിൽ പോയിട്ട് വേണം എനിക്ക് നല്ല നല്ല കമ്മലുകൾ വാങ്ങാൻ വേണ്ടിയിട്ട്. ഇത് എല്ലാവരും എനിക്ക് ഇഷ്ടമാണ്. എനിക്ക് ഇങ്ങനത്തെ കമ്മലുകളെ ഇഷ്ടം. ഇങ്ങനത്തെ ജിമിക്കി പോലത്തെ കമ്മലുകൾ. എനിക്ക് ഇങ്ങനത്തെ കമ്മലുകൾ കൂടുതൽ ചെയ്യാം. പിന്നെ വേറെ ഇത് നല്ല രസമാട്ടെ. ഈ കമ്മലുകൾക്കൊന്നും വെയിറ്റ് ഇല്ല, ഇതിന് കുറച്ച് വെയിറ്റ് ഉണ്ട് കേട്ടോ. പിന്നെ ഉള്ളതൊക്കെയാണ് സാധാരണ കുഞ്ഞി കമ്മലാണ്. ഞാനാ കുഞ്ഞി ജിമിക്കി. ഇതാ പിന്നെ വേറൊരു ജിമിക്കി. അതിനകത്തൊരു മാലയും കിടക്കുന്നുണ്ട്. ഇത് സാധാരണ ടൈപ്പ് ഒരു മാല. ഓക്കെ, അപ്പോൾ കമ്മലുകളൊക്കെ എടുത്ത് വയ്ക്കട്ടെ. പിന്നെ വേറെ കമ്മലുകളൊക്കെ എൻ്റെ അടുത്തുണ്ട് കേട്ടോ. ചെറിയ ചെറിയ ടൈപ്പ് കമ്മലുകൾ. ഇതെല്ലാം ജിമിക്കി കമ്മലാണ്. അപ്പോൾ കമ്മലുകൾ വയ്ക്കട്ടെ. ഓക്കെ, അവിടെ ഇരിക്കട്ടെ. പിന്നെ 2 മാലയുണ്ട്, പുതിയ മാലയാണ്. അതാണ് കാണിക്കാൻ വിചാരിച്ചു. പക്ഷെ ഇതൊന്നും നമുക്കങ്ങനെ എന്താ പറയുക, വല്ല പാർട്ടിക്ക് വല്ല ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ ഇടാൻ വേണ്ടി പറ്റുന്ന പോലത്തെ മാലകളാണ്. ഇതൊക്കെ ഇട്ടിട്ട് വീഡിയോ റെക്കോർഡിങ്ങിന് വരുമ്പോൾ ഒരു രസമല്ലല്ലോ, വലിയ മാലയൊക്കെ ഇട്ടിട്ട് വരുമ്പോൾ. എന്താ പിന്നെ ഒരു എന്താ പറയാ, ഒരു പേളൊക്കെ ഉണ്ട്. ഇതിന് പറ്റിയ ഡ്രസ്സിൻ്റെ കൂടെ ഇടണം. ഇതാണെന്നുണ്ടെങ്കിൽ നല്ല ബ്ലാക്കിൻ്റെ കൂടെ ഇടണം, അല്ലെങ്കിൽ ഗ്രീനിൻ്റെ കൂടെ ഇടണം. എമറാൾഡിൻ്റെ ഇതാട്ടോ, സ്റ്റോണാണിത്. ഇത് ശരിക്കുള്ള എമറാൾഡൊന്നും ആയിരിക്കില്ല കേട്ടോ. ഇത് ശരിക്കുള്ളതൊന്നല്ല. എൻ്റെ അടുത്ത് വേറെ ഇതേപോലെ തന്നെ സ്റ്റോണിൻ്റെ വേറെ സഫയറിൻ്റെ ഒരു മാറ്റി, അത് ശരിക്കും ഒറിജിനലായിട്ടുള്ളത്. പിന്നെ ഇത് വേറെ ഒരെണ്ണം. ഇതെനിക്ക് നല്ല ഇഷ്ടമാണ്. ഇങ്ങനത്തെ മാല കമ്മൽ അല്ല, ഇങ്ങനത്തെ മാലയ്ക്ക് എനിക്ക് നല്ല ഇഷ്ടം. അപ്പോൾ ഇത് രണ്ടും. പിന്നെ ഞാൻ സ്ഥിരം എപ്പോഴും ഇടുന്ന 2 കുഞ്ഞ് ജിമിക്കി കിടക്കുന്നുണ്ട്. എനിക്ക് ശരിക്കും ഇതേപോലത്തെ കുഞ്ഞ് ജിമിക്കാണ് എനിക്ക് എപ്പോഴും ഇഷ്ടം. ഞാൻ എപ്പോഴും സ്ഥിരം പുറത്തൊക്കെ പോകുമ്പോൾ ഈ ജിമിക്കി ഇടും ഞാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കുഞ്ഞൊരു ജിമിക്കാണ്, നല്ല രസമുണ്ട്. അതെനിക്ക് ഇഷ്ടമായിട്ട് ഞാൻ നാട്ടിൽ പോയപ്പോൾ ഇത് സെയിം തന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ 2 എണ്ണം വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. നല്ല നല്ല ഭംഗിയുള്ള കുഞ്ഞ് ജിമിക്കി. അപ്പോൾ മാലകളൊക്കെ അത്രയ്ക്കേ ഉള്ളൂ. അപ്പോൾ ഇത് 2 നീക്കി വയ്ക്കട്ടെ. നിങ്ങൾക്ക് ബോറടിച്ചിട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കണം. അപ്പോൾ ഇനി അടുത്തത് നിങ്ങളതിനെ കല്യാണ ആൽബം കാണിക്കാം. നിങ്ങൾ കുറച്ച് പേരായി ചോദിക്കുന്നത് എൻ്റെ അടുത്ത് കല്യാണ ആൽബം കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ആൽബം എനിക്ക് സത്യം പറഞ്ഞാൽ ഭാഗ്യത്തിനാണ് കിട്ടിയത്. ഭാഗ്യത്തിന് കിട്ടിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇനി അടുത്തത് കല്യാണ ആൽബം കാണിക്കാം. അപ്പോൾ നിങ്ങൾ കുറച്ച് പേരായി ചോദിക്കുന്നത് കല്യാണ ആൽബം കാണിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ എനിക്ക് കല്യാണത്തിൻ്റെ കാസറ്റ് കാണിക്കാനായിരുന്നു കൂടുതൽ ഇഷ്ടമുണ്ടായിരുന്നു. പക്ഷെ കാസറ്റ് എൻ്റെ അടുത്തുണ്ട്. പക്ഷെ അതിനിപ്പോൾ VCR ഇല്ലല്ലോ, അപ്പോൾ ആരും VCR ഉപയോഗിക്കുന്നില്ലല്ലോ. പിന്നെ ഞാൻ അതിങ്ങനെ ചെറിയൊരു കാസറ്റിലാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് പഴയ കമ്പ്യൂട്ടറിലൊക്കെ ഇടുന്നതുണ്ടായിരുന്നു. ഇപ്പം ഇവിടെയുള്ള കമ്പ്യൂട്ടറിലൊന്നും അത് ഇടാൻ വേണ്ടിയിട്ട് പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ നിങ്ങളിങ്ങനെ ആൽബം കണ്ടു. ഈ ആൽബം നാട്ടിൽ നിന്ന് ഞാനിവിടെ കൊണ്ടുവന്ന് വെച്ചത് നന്നായി. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ വെള്ളപ്പൊക്കം വന്നില്ലേ, ആ സമയത്ത് ഈ ആൽബം ഒക്കെ ഇരുന്നത് എൻ്റെ വീട്ടിലായിരുന്നു, പോത്തിശ്ശേരിയിലായിരുന്നു. അപ്പോൾ വെള്ളപ്പൊക്കം അവിടേക്ക് ഭയങ്കരമായിട്ട് വെള്ളം വന്നല്ലോ. അപ്പോൾ അവിടെ വീട്ടിലുണ്ടായിരുന്ന എല്ലാ സാധനങ്ങളും പോയില്ലോ. അപ്പോൾ പഴയ ഫോട്ടോസുകളും ഒന്നും കിട്ടിയില്ല, എല്ലാവരും പോയി. അപ്പോൾ ഞാനങ്ങനെ എനിക്ക് തോന്നുന്നു അതിന് മുമ്പ് കുറച്ച് അതിൻ്റെ പിന്നത്തെ വർഷം കണ്ട അതിന് മുമ്പത്തെ വർഷം കണ്ടെന്നു ഞാൻ പോയി കഴിഞ്ഞപ്പോൾ നാട്ടിൽ നിന്ന് അപ്പോൾ ഇനി ഞാൻ നിങ്ങളതിനെ കല്യാണ ആൽബം കാണിക്കാം. അപ്പോൾ നിങ്ങൾ കുറച്ച് പേരായി ചോദിക്കുന്നത് കല്യാണ ആൽബം കാണിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ എനിക്ക് കല്യാണത്തിൻ്റെ കാസറ്റ് കാണിക്കാനായിരുന്നു കൂടുതൽ ഇഷ്ടം. പക്ഷെ കാസറ്റ് എൻ്റെ അടുത്തുണ്ട്. പക്ഷെ ആ CD ഇടാൻ വേണ്ടിയിട്ട് ഇപ്പോൾ VCR ആരും ഉപയോഗിക്കണില്ലല്ലോ.
അപ്പോൾ ഞാനായിട്ട് ചെറിയൊരു CD-യിലാക്കിയിട്ടുണ്ടായിരുന്നു. അത് കമ്പ്യൂട്ടറിൻ്റെ സൈഡിലിട്ടിട്ട് കാണാൻ വേണ്ടിയിട്ട് പറ്റായിരുന്നു. പക്ഷേ ഇപ്പം വരുന്ന കമ്പ്യൂട്ടറിനൊന്നും അത് ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളതിനെ ആൽബം കാണിക്കാം. CD എന്ന് വെച്ചാൽ കുറച്ചധികം ക്ലിയർ ആയിട്ട് കാണാൻ വേണ്ടിയിട്ട് പറ്റായിരുന്നു. ആൽബം കുഴപ്പമില്ല, എന്നാലും കാണിക്കാം. പിന്നെ ഈ ആൽബം എൻ്റെ കയ്യിലുണ്ടായിരുന്ന വേറെ ആൽബങ്ങളൊക്കെ ഉണ്ടായിരുന്നു കല്യാണത്തിൻ്റെ. പക്ഷെ അതെല്ലാനും ഞാൻ പൂച്ചേരിലാണ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ വെള്ളപ്പൊക്കം വന്നിട്ടുണ്ടായിരുന്നില്ലേ, ആ സമയത്ത് അവിടെ ആ വീട്ടിലെ എല്ലാ സാധനങ്ങളും പോയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഫോട്ടോസുകൾ ഒന്നുമില്ല, ഞങ്ങളുടെ പഴയ ഫോട്ടോസുകൾ എല്ലാ ഫോട്ടോസുകളും എല്ലാവരും വെള്ളത്തിൽ പോയി. അപ്പോൾ പിന്നെ ഞാൻ ഒരു ആൽബം ഞാനിവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഈ ആൽബം കിട്ടിയത്. പിന്നെ നിങ്ങൾ കുറച്ച് പേരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് പെണ്ണ് കാണൽ എങ്ങനെയായിരുന്നു. പെണ്ണ് കാണൽ ഞാൻ എന്നെ കാണാൻ വേണ്ടിയിട്ട് ഒരാൾ വന്നിട്ടുള്ളൂ, കുറച്ച് മാത്രമേ വന്നിട്ടുള്ളൂ. അപ്പോൾ കല്യാണം നടന്നത് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ പപ്പയുടെ ഒരു സിസ്റ്റർ തൃശ്ശൂരുണ്ട്. അപ്പോൾ അവിടുത്തെ ഒരു ബ്രോക്കർ വഴിയാണ് കല്യാണം കൊണ്ടുവന്നത്. പോൾസൻ്റെ വീടും തൃശ്ശൂർ തന്നെയാണല്ലോ. അപ്പോൾ അങ്ങനെ അപ്പോൾ ഞങ്ങൾ ആൻറ്റിയുടെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോൾസൻ്റെ ഫാമിലിയും കൂടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ പെണ്ണ് കണ്ടു കഴിയുമ്പോൾ തന്നെ പറഞ്ഞു അവർക്ക് ഇഷ്ടമായി എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് അപ്പോൾ അന്ന് തന്നെ എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ പപ്പയും മമ്മിയും പിന്നെ എൻ്റെ ചേച്ചിയും പിന്നെ ആൻറ്റി അവരെ കൂടിയിട്ട് പോയിട്ട് അവിടെ പോയി കണ്ടു. അങ്ങനെയാണ് പെണ്ണ് കാണൽ നടന്നത്. എനിക്കാണ് പോൾസേട്ടൻ 4-5 പെണ്ണുങ്ങളെ കണ്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ ഒരാളെ കണ്ടിട്ടുള്ളൂ. പക്ഷെ ഞാൻ ഇടയ്ക്ക് ഇരുന്ന് പറയും 2-3 ആൾക്കാരെയും കൂടിയിട്ട് കാണാമായിരുന്നു ശിവ പറഞ്ഞതേട്ടാ. പിന്നെ എനിക്കാണോ പോൾസേട്ടൻ എനിക്കാണോ ഒരു 4-5 പെണ്ണുങ്ങളെ കണ്ടിട്ടുണ്ട്. അപ്പോൾ കല്യാണം അപ്പോൾ അങ്ങനെയായിരുന്നു പെണ്ണ് കാണൽ നടന്നത്. എനിക്കാണോ കല്യാണമൊക്കെ പെണ്ണ് കാണലൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ ഒരു 1.5 മാസം കഴിഞ്ഞിട്ടായിരുന്നു കല്യാണം. ജൂൺ മാസത്തിലായിരുന്നു കല്യാണം. മെയ്യിലായിരുന്നു എൻ്റെ ബർത്ത്ഡേ. എനിക്കാണോ മെയ് 9 ആയിരുന്നു ഞങ്ങളുടെ എൻഗേജ്മെൻറ്റ്. മെയ് 14 എൻ്റെ ബർത്ത്ഡേ. അപ്പോൾ നമുക്കിനി കല്യാണ ആൽബം കാണാം. പിന്നെ ഇപ്പൊക്കെ എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊക്കെ എല്ലാവരും പണ്ടത്തെ പോലെ അത്രയ്ക്ക് നേരത്തെ അല്ലല്ലോ കല്യാണം കഴിക്കുന്നത്. ഇപ്പം ഒരു 28-29 വയസ്സൊക്കെ ആയിട്ടില്ലേ കല്യാണം കഴിക്കുന്നത്. കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ എനിക്കാണ് ഒരു 34-35 വയസ്സൊക്കെ ആയിട്ടാണ് ഇപ്പം എല്ലാവർക്കും പിള്ളേരൊക്കെ ഉണ്ടാവുന്നത്. പക്ഷെ അന്നൊന്നും അങ്ങനെയല്ലല്ലോ. എന്നൊക്കെ നേരത്തെ കല്യാണം കഴിക്കും, നേരത്തെ പിള്ളേരുണ്ടാവും, പിള്ളേരൊക്കെ നേരത്തെ വലുതാവും. പക്ഷെ ഇപ്പോൾ നേരെ തിരിച്ചാണല്ലോ. എനിക്കാണ് ഇപ്പോഴത്തെ കുറച്ചും കൂടി നല്ലത് തോന്നും. എനിക്കതാ ഇഷ്ടം. കുറച്ചുകൂടി ലൈറ്റൊക്കെ ആയിട്ട് കല്യാണം കഴിക്കുന്നത് നല്ലത്. ഇവിടെ പിള്ളേരും ഇങ്ങനെ പറയും. അപ്പോൾ ഞാൻ പറയും ഇഷ്ടമുള്ളപ്പോൾ കെട്ടിയാൽ മതി എന്ന് പറയും. കാരണം കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അതിൻ്റെതായ ഒരു തിരക്കും പിള്ളേരൊക്കെ ആയി. കല്യാണം കഴിക്കാണ്ടിരിക്കുമ്പോൾ ആ സമയത്ത് കുറച്ചും കൂടി ഒരു ഫ്രീഡം അല്ല, എന്നാലും കുറച്ചും കൂടി നമുക്ക് അതിന് ഉത്തരവാദിത്തങ്ങളൊന്നുമില്ലല്ലോ. അപ്പോൾ അങ്ങനെ അപ്പോൾ നമ്മുടെ ആൽബം കാണാം. അപ്പോൾ എൻ്റെ ആൽബത്തിൽ എനിക്ക് 2 ചേച്ചിയും പിന്നെ ഒരു ബ്രദറാണ് ഉള്ളത്. അപ്പോൾ ഇതിനകത്ത് മൂത്ത ചേച്ചി ഉള്ളത്. രണ്ടാമത്തെ ചേച്ചി ഈ കല്യാണത്തിന് ഉണ്ടായിരുന്നില്ല. കാരണം രണ്ടാമത്തെ ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഒരു 6-7 മാസം കഴിഞ്ഞപ്പോഴായിരുന്നു എൻ്റെ കല്യാണം. അപ്പോൾ ചേച്ചി നാട്ടിലുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ചേച്ചി വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആ ചേച്ചി ഇവിടെ ഇതിനകത്തില്ല, കല്യാണത്തിന് ഉണ്ടായിരുന്നില്ല. ഞാൻ ക്യാമറ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കട്ടെ. ഫോട്ടോ ആയതുകൊണ്ട് എന്താ പറയുക ക്ലിയർ ആയിട്ട് കാണാൻ വേണ്ടി പറ്റുമെന്ന് അറിയില്ല. അപ്പോൾ ഇതാണ് കല്യാണ ആൽബം കേട്ടോ. ഇപ്പോൾ ഓരോ ഫോട്ടോസുകളായിട്ട് കാണിക്കാം. എനിക്ക് വലിയ മാറ്റമൊന്നുമില്ല എന്ന് തോന്നുന്നു. ഈ നമുക്ക് എൻഗേജ്മെൻറ്റ് ഫോട്ടോ കാണാം. എൻഗേജ്മെൻറ്റ് മെയ് 22 ആയിരുന്നു കേട്ടോ. എൻ്റെ മെയ് 14 എൻ്റെ ബർത്ത്ഡേ. പിന്നെ ഇതാണ് എൻ്റെ മൂത്ത ചേച്ചിയാണത്. എൻഗേജ്മെൻറ്റിൻ്റെ അന്ന് എനിക്ക് ശരിക്കും ഭയങ്കര പനിയായിരുന്നു കേട്ടോ. ഭയങ്കര പനിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര പനിയായിരുന്നു. 2 ദിവസം മുമ്പ് പനി ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ കുറച്ച് ടയേർഡായിട്ടാണ് ഇരിക്കുന്നത്. ഇത് എൻ്റെ മൂത്ത ചേച്ചി. എൻ്റെ രണ്ടാമത്തെ ചേച്ചി കല്യാണത്തിന് ഉണ്ടായിരുന്നില്ല. കാരണം രണ്ടാമത്തെ ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞിട്ട് ചേച്ചി സിംഗപ്പൂരായിരുന്നു. അപ്പോൾ ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞിട്ട് ഒരു 6-7 മാസം കഴിഞ്ഞപ്പോഴായിരുന്നു എൻ്റെ കല്യാണം. അപ്പോൾ ചേച്ചി അപ്പയോണ്ട് പോയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ ചേച്ചി വന്നിട്ടുണ്ടായിരുന്നില്ല. ഈ മൂത്ത ചേച്ചി പ്രഗ്നൻ്റ് കേട്ടോ ഈ സമയത്ത്.
ഇത് വീട്ടിൽ നിന്ന് എൻഗേജ്മെൻറ്റിന് പള്ളിയിലേക്ക് പോണതിന് മുമ്പുള്ളത് കേട്ടോ. ആ ഫോട്ടോയിൽ ഞാൻ കണ്ണടച്ചിട്ട് നിൽക്കുന്നു. പിന്നെ ഇതാണ് എൻ്റെ പപ്പയും മമ്മിയും. എൻ്റെ മമ്മിക്ക് അന്ന് നല്ല തടി ഉണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ നാട്ടിൽ പോണ വീഡിയോയിൽ മമ്മീനെ കണ്ടിട്ടുണ്ടാവും നിങ്ങൾ. ആ വീഡിയോയിൽ മമ്മിക്ക് ഇത്രയ്ക്ക് തടിയില്ല. ഇതെൻ്റെ പപ്പയും മമ്മിയും. ഈ ഫോട്ടോയിൽ ഞാൻ കണ്ണടച്ചിട്ട് നിൽക്കണം. ഓക്കെ, അപ്പം ഇനി അടുത്ത ഫോട്ടോ കാണിക്കാം. അടുത്ത ഫോട്ടോയിൽ ഇതാണ് എൻ്റെ ബ്രദർ. എനിക്ക് ഒരു ബ്രദറാണ് ഉള്ളത്, പിന്നെ 2 ചേച്ചിമാരുണ്ട്. ഇത് പപ്പ, പിന്നെ ഇത് ഞാൻ, ഇതെൻ്റെ മമ്മി, ഇത് എൻ്റെ ബ്രദർ. എൻ്റെ പേര് ജെക്കോ എന്നാട്ടോ. ഇതാണ് ഈ ഫോട്ടോയിൽ കണ്ണൊക്കെ തുറന്ന് നിൽക്കുന്നുണ്ട്. ഇവിടെ നിൽക്കുന്നതൊക്കെ ഇത് എൻ്റെ പപ്പയുടെ പെങ്ങളാട്ടോ. അവരുടെ ഭർത്താക്കന്മാരാണ്, അച്ചാച്ചന്മാർ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതാ ഇതെൻ്റെ വല്യപ്പച്ചനും വല്യമ്മച്ചിയാണ്. ഇത് എനിക്ക് എൻ്റെ ഫേസ് ശരിക്കും ഭയങ്കര ടയേർഡായിട്ടായിരിക്കണം ആ സമയത്ത്. കാരണം എൻ്റെ തലേ ദിവസം ഞാൻ ഓർക്കണുണ്ട്, ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നു. ഡോക്ടർ എനിക്ക് ആൻറ്റിബയോട്ടിക്കൊക്കെ തന്നു. അങ്ങനെ ഒരു പനി പിടിച്ച ഒരു എൻഗേജ്മെൻ്റ് ആയിരുന്നു എൻ്റെ. ഈ സാരി എൻ്റെ കയ്യിൽ ഇപ്പോഴും ഇരിക്കുന്നുണ്ട് കേട്ടോ. ഒരു ദിവസം കാണിക്കാം സാരി. ഇതെൻ്റെ വല്യപ്പച്ചൻ്റെ മക്കൾ. പിന്നെ ഇതും എൻ്റെ പപ്പയുടെ ബ്രദേഴ്സ് ആട്ടോ ഇവരൊക്കെ. പപ്പയ്ക്ക് ഒരു ചേട്ടനുണ്ട്, പിന്നെ അനിയന്മാർ. എൻ്റെ കണ്ണൊക്കെ എന്തോ ഉറക്കം തൂങ്ങിയ പോലെയാണ് ഇരിക്കുന്നത്. എനിക്ക് മാറ്റം ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ പറയണം കേട്ടോ. എന്നെ കാണുമ്പോൾ എല്ലാവരും പറയുന്നത് എനിക്ക് അങ്ങനെ വലിയ മാറ്റമൊന്നും വന്നിട്ടില്ല എന്നാണ്. ഇതാ നിൽക്കണം പോൾസൻ ചേട്ടൻ. പോൾസന്നെ വന്ന് ഭയങ്കര ചെറുപ്പമായിരുന്നു. പിന്നെ ഇത് എൻഗേജ്മെൻറ്റ് നടക്കുന്നത് കേട്ടോ പള്ളിയിൽ, തോത്തിശ്ശേരി പള്ളിയിൽ. ഇപ്പോൾ ഈ പള്ളി പൊളിച്ചിട്ട് പുതിയ പള്ളിയാക്കി കേട്ടോ. ഇത് പോൾസൻ ചേട്ടൻ്റെ അമ്മയാണ് അപ്പുറത്ത് നിൽക്കുന്നത്. പിന്നെ അപ്പുറത്ത് നിൽക്കുന്നത് ചേട്ടൻ്റെ ഭാര്യ, പിന്നെ പോൾസൻ്റെ ഒരു പെങ്ങൾ. പിന്നെ ഇതെൻ്റെ വെഡ്ഡിങ് ആട്ടോ. ഇതെൻ്റെ ബ്രദറാണ്. അവനെനിക്ക് തോന്നുന്നു ക്യാമറമാൻ എന്തോ പറഞ്ഞു. ഇപ്പോൾ അവനെന്തോ എൻ്റെ അറ്റത്തുനിന്ന് എന്തോ തുടച്ച് മാറ്റുന്നുണ്ട്. ഇത് എൻ്റെ അമ്മാമ്മേട്ടോ. അമ്മാമ്മ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ മമ്മിയുടെ അമ്മ. എൻ്റെ മമ്മിയും അമ്മാമ്മയാണ് ഇരിക്കുന്നത്. അമ്മ മരിച്ചു പോയിട്ടോ. നല്ലൊരു അമ്മാമ്മയായിരുന്നു. അമ്മാമ്മയ്ക്ക് ആദ്യം പൊക്കമൊന്നുമില്ല, ഒരു കുഞ്ഞ അമ്മാമ്മ. നല്ലൊരു അമ്മാമ്മയായിരുന്നു എൻ്റെ മമ്മിയുടെ അമ്മ. പിന്നെ ഇത് എൻ്റെ ബ്രദറും എൻ്റെ പപ്പയും എൻ്റെ മമ്മിയും കൂടിയിട്ടിരിക്കണം.
ഇത് ഞാൻ ഉണ്ടാക്കിയതാട്ടോ ഓർക്കിഡിൻ്റെ ബൊക്കെ. അപ്പോൾ ഇതാണ് എൻ്റെ മൂത്ത ചേച്ചി, ഇതാണ് എൻ്റെ ബ്രദർ. അപ്പോൾ എൻ്റെ രണ്ടാമത്തെ ചേച്ചി ഇല്ല കേട്ടോ കല്യാണത്തിന്, അവൾ വന്നിട്ടുണ്ടായിരുന്നില്ല. ഇത് കല്യാണത്തിന് മധുരം കൊടുക്കണ ഒരു പരിപാടി ഉണ്ടല്ലോ, അപ്പോൾ ചേച്ചി മധുരം തന്നെ കാണുന്നത്. ഇതാട്ടോ എൻ്റെ അമ്മാമ്മ. ഇത് എൻ്റെ പപ്പയുടെ അമ്മേനെ. അമ്മാമ്മ തറവാട്ടിലാണ് താമസിക്കണേ, ഞങ്ങളുടെ കൂടെയല്ല. പക്ഷെ എന്നെ തല തൊട്ടേക്കുന്നത് അപ്പാപ്പനും അമ്മാമ്മയാണ്. ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു അമ്മാമ്മേനെ. അമ്മ മരിച്ചു പോയിട്ടോ. അമ്മ മരിച്ചു പോയിട്ട് ഇപ്പോൾ ഒരു 8-9 വർഷമായിട്ടുണ്ട് അമ്മ മരിച്ചിട്ട്. ഇതെൻ്റെ മമ്മിയുടെ അമ്മ കേട്ടോ. പിന്നെ അങ്ങനെ കുറേ ഫോട്ടോസുകളൊക്കെ ഉണ്ട്. പിന്നെ ഞാൻ നോക്കണത് എൻ്റെ അമ്മാമ്മേനെ ഇട്ട് നോക്കുന്നത്. എൻ്റെ അമ്മാമ്മയുടെ ഒരു ഫോട്ടോ എൻ്റെ ഇതിനകത്ത് ഉണ്ടായിരുന്നു. ഞാൻ അമ്മാമ്മയും കൂടിയിട്ട് എനിക്ക് നോക്കട്ടെ. ചിലപ്പോൾ ഞാനതെടുത്ത് എന്തെങ്കിലും കാര്യത്തിനടുത്ത് മാറ്റിയിട്ടുണ്ടാവും. അതായത് ഞങ്ങൾ പള്ളിയിലേക്ക് കയറാം കേട്ടോ. അന്ന് ഞങ്ങൾ പള്ളിയിൽ സാധാരണ 12:05 നാട്ടിൽ ഇത് കെട്ടുവയ്ക്കുക. അപ്പം ഞങ്ങൾ ചെന്ന സമയത്ത് അവിടെ കാറ്റീസും കഴിഞ്ഞ് പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു മാർച്ച്. എൻ്റെ ബൊക്കെ കാണാൻ എങ്ങനെയുണ്ട്? ഇത് പള്ളിയിൽ ചെന്നിട്ടുള്ള പള്ളിയിലെ കുർബാനയുടെ സമയത്തുള്ള പരിപാടികളാട്ടോ. കുർബാന നടക്കുക. ഇതാണ് ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ട് കൈയൊക്കെ പിടിച്ച് നിൽക്കുന്നുണ്ട്. ഇതൊക്കെ കുർബാനയുടെ ഓരോ ഭാഗമാണ്. രണ്ടുപേരുടെയും കൈയൊക്കെ കൂട്ടിപ്പിടിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അച്ഛനവിടെ അങ്ങനെ ഓരോ ഇത് ചൊല്ലിത്തരില്ലേ. അപ്പോൾ തന്നെ എന്തോ ഭയങ്കര വിഷമത്തിലാണ് ഇരിക്കുന്നത്. കല്യാണം നടക്കണം. എന്നെ കെട്ടിച്ചത് ഞങ്ങളുടെ വീട്ടിൻ പേര് പോത്തിശ്ശേരിയുടെ ഇരുമ്പനാട്ടോ. അപ്പോൾ ഞങ്ങളുടെ 2 അച്ഛന്മാരുണ്ട്. 2 അച്ഛന്മാരും കൂടിയിട്ടാണ് കല്യാണം എന്നെ കെട്ടിച്ചത്. ഇത് ജോസഫ് എന്ന് പറയും, ഇരുമ്പൻ. കല്യാണത്തിന് മോതിരം ഇടുന്ന പരിപാടി കേട്ടോ. എൻ്റെ അടുത്ത് നിൽക്കുന്നതാണ് അമ്മാമ്മ. അമ്മാമ്മയുടെ വേറൊരു ഫോട്ടോ എൻ്റെ അടുത്ത് അമ്മാമ്മ ഞാനും കൂടി ഉള്ളതുണ്ടായിരുന്നു. അത് ഈ ആൽബത്തിൽ കാണാനില്ല. എനിക്കാണ് ഞാൻ ആൽബത്തിൽ നിന്ന് എടുത്ത് ഞാൻ മാറ്റിയിട്ടുണ്ടെന്നാണ്. ഇതാണ് എൻ്റെ അമ്മാമ്മ, എൻ്റെ പപ്പയുടെ അമ്മ. ഞങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു അമ്മാമ്മയ്ക്ക്. കല്യാണത്തിൻ്റെ ആൽബമൊക്കെ കണ്ടില്ലേ. പിന്നെ പോൾസേട്ടന് ഒരു പരാതി ഉള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പോൾസേട്ടന് എനിക്ക് ജോലിയൊന്നും ഇല്ലയെന്ന് പറഞ്ഞിട്ടുണ്ടോ എന്നെ കല്യാണം കഴിച്ചത്. പക്ഷേ ഇപ്പോൾ മിയാഗിച്ചൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ എനിക്ക് നല്ല തിരക്കാണല്ലോ. അപ്പോൾ അതാണ് പോൾസേട്ടൻ പറയും
അന്നെങ്ങാനും നീ ഇങ്ങനെ ആവുമെന്ന് അറിഞ്ഞിരുന്നിട്ടുണ്ടെന്നെങ്കിൽ ഇങ്ങനെ ഞാൻ കല്യാണം കഴിക്കില്ലായിരുന്നു ഇടയ്ക്കിടയ്ക്ക് ഇരുന്ന് പറയാറുണ്ട്. അപ്പം അന്ന് കോൾസെറ്റൻ ഇപ്പോൾ കോൾസെറ്റൻ പറയും അന്ന് നീ ഭയങ്കര പാവമായിരുന്നു, ഇന്നിപ്പോൾ അത്രയും പാവമല്ല. അപ്പോൾ ഇതാണ് നമ്മുടെ കല്യാണ ആൽബം കേട്ടോ. പിന്നെ ഇനി എന്നിട്ട് നിങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നേ ഇനി നിങ്ങളുടെ എൻ്റെ മന്ത്രകോടിയൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, അതൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്, അതൊക്കെ ഞാൻ കാണിക്കാം കേട്ടോ. ഇനി അടുത്തൊരു വീഡിയോയിൽ പിന്നെ കാണിക്കാം. ഇനി നമുക്ക് പുറത്ത് പോയിട്ട് ഇലയുടെ കളർ മാറുന്നതിന് ഞാൻ നിങ്ങളെ എപ്പോഴും കാണിക്കുന്നത്. പക്ഷെ ഇന്ന് നല്ല തണുപ്പാണ്, നല്ല തണുപ്പുണ്ട്, നല്ല കാറ്റും വീശുന്നുണ്ട്. അപ്പോൾ എന്തായാലും കോഴിയേയും തുറന്നിട്ടിട്ടില്ല, കാരണം നല്ല തണുപ്പായതുകൊണ്ട് ഞാൻ കുറച്ച് ലേറ്റായിട്ടാണ് ഇപ്പോൾ ഇന്നും തുറന്നു വിടണേ. അതിന് മുമ്പത്തെ വീട്ടിലേക്ക് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ടൊന്ന് ഉച്ച കഴിഞ്ഞ് കഴിയുമ്പോൾ ഒന്ന് ഓടാൻ വേണ്ടിയിട്ട് പോകണം. ഇവിടെ ഒരു പാർക്കിൽ പോകാറുണ്ടെന്നല്ല, അവിടെ ഒന്ന് പോകണം. ഉച്ചയാകുമ്പോഴേക്കും കുറച്ചും കൂടിയും ഒരു തണുപ്പൊക്കെ കുറഞ്ഞിട്ട് ചെറുതായിട്ടൊരു തണുപ്പൊക്കെ ഒന്ന് കുറയും. അപ്പോൾ കോഴിക്കോടൊക്കെ ഒന്ന് വൃത്തിയാക്കണം, കാരണം ഇനിയിപ്പോൾ നല്ല തണുപ്പ് തുടങ്ങിയിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ പണികളൊന്നും ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. അപ്പോൾ അങ്ങനെ കുറച്ച് പണികളൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ വേറെ വിശേഷമൊന്നുമില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീക്കെൻഡ് വ്ളോഗിൽ വരാം. ആൽബം എടുത്ത് വയ്ക്കട്ടെ. എനിക്ക് നിങ്ങളെ കാസറ്റ് ഒന്നും കൂടുതൽ കാണിക്കാൻ വേണ്ടിയിട്ട് ഇഷ്ടമുണ്ടായിരുന്നു. പക്ഷെ കാസറ്റ് ഞാൻ നോക്കി കഴിഞ്ഞപ്പോൾ ഇടുന്ന കമ്പ്യൂട്ടറുകളൊന്നും വർക്ക് ചെയ്യണില്ല. നല്ല കാറ്റ് വീശുന്നുണ്ട്. കുറച്ചും കൂടി മേലകളൊക്കെ കൊഴിയാനുണ്ട് കേട്ടോ. നല്ല തണുത്ത കാറ്റാ. കോഴികൾക്ക് പക്ഷേ തണുപ്പൊന്നും കുഴപ്പമില്ല കേട്ടോ. അവർ വാതിൽ തുറന്ന വഴിക്ക് തന്നെ അവർ ചാടും പുറത്തേക്ക്. ഭയങ്കര കാറ്റാ. അത് തണുപ്പും കാറ്റും കൂടി ആകുമ്പോഴുണ്ടല്ലോ, ഓ അപ്പോൾ കോഴികളെ അയച്ചിട്ട് ഒരാൾ മുട്ടയിടാൻ വേണ്ടിയിട്ട് ഇരിക്കുന്നുണ്ട്. മുട്ടയിടാനിരിക്കുന്ന ആളെന്തേ ഓടി വരണം. അയ്യോ, അവർക്കും തണുക്കണുണ്ട് കേട്ടോ. കാരണം നല്ല തണുപ്പാ. ഇത് നമ്മൾ അന്ന് കാണിച്ചിരുന്ന പാർക്കാട്ടാ. ഇലകൾ കുറച്ചും കൂടി ഉണ്ട് കേട്ടോ. കളർ അല്ല, ഇലയുടെ കളറൊക്കെ മാറിയിട്ടുണ്ട്. വീഴാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി ഉണ്ട്. ഞാൻ ആ ഗോൾഫ് ക്ലബ്ബ് എന്നൊക്കെ പറഞ്ഞിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നേ. അവിടെ കുറേ കിളികളൊക്കെ പറക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ ഇപ്പോൾ സമയം ഇതവിടെ ഉണ്ടാകുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ സമയം ഇത് ഓടുന്നുണ്ട്. ഇവിടെ മുകളിൽ നല്ല ഭംഗിയുള്ളൊരു കിളിക്കുന്നുണ്ട്, ഒരു ബ്ലൂ കളർ. കുറേ കിളികളും കുരുവികളൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ പറക്കുന്നുണ്ട്. കുറച്ചുകൂടി ഇലയുടെ കളർ മാറാനുണ്ട്. ഇതൊക്കെ ഞാൻ അന്ന് കാണിച്ചു കഴിഞ്ഞപ്പോൾ നല്ല പച്ചയായിട്ട് ഇരുന്നിരുന്നത്. ഇതൊക്കെയാണ് ഏറ്റവും അവസാനം കളർ മാറുന്നത്. ഇവിടെ കുരുവികളൊക്കെ നടക്കുന്നുണ്ട്. നടക്കാമല്ലോ കേട്ടോ പറക്കാനേന്. അങ്ങനെ കുറേ ആൾക്കാർ പറക്കുന്നുണ്ട്. ഇവിടെയൊക്കെ നോക്കിക്കാൻ നിറച്ചും ചാറ് വീണെടുക്കാം.
ഞാൻ നിങ്ങളെ അന്ന് കാണിച്ചതാണല്ലോ. അപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് വെച്ചതാണ്. വെറുതെല്ലാ മരത്തിൻ്റെ ഇലകളൊക്കെ വീണിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്ത ആഴ്ചയൊക്കെ ആകുമ്പോഴേക്കും എല്ലാം വീഴും കേട്ടോ. അവിടെ ഒരാൾ പട്ടിനെ കൊണ്ട് പോകുന്നുണ്ട്. ഇവിടെ നടക്കാൻ വേണ്ടിയിട്ട് നേരത്തെ വേറൊരു പെണ്ണ് പട്ടിനെ കൊണ്ട് പോകുന്നുണ്ടായിരുന്നു. ഇവിടെ ചവറൊക്കെ നോക്കി അല്ല. ഓക്കെ, അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ ക്യാമറ ഫീൽഡ്. എൻ്റെ അതിനകത്ത് ചാർജും ഇല്ല. ഞാൻ നടക്കുന്ന സമയത്ത് പാട്ട് വെച്ചേക്കായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ചാർജ് തീർന്നു. ഈ ഇലയല്ലേ നിങ്ങളെല്ലാവരും മറ്റേ ഈ കവർ ഫോട്ടോയൊക്കെ ആയിട്ട് കാണാറുണ്ടെന്ന് പറഞ്ഞ ഇലയാണ്. നമ്മളെപ്പോഴും പണ്ടൊക്കെ നമ്മളെപ്പോഴും കാണുന്ന ഒരു ഇലയായിരുന്നു അത്, കവർ പേജിലേക്ക്. അപ്പോൾ ഇവിടെ ഇന്ന് നല്ല തണുപ്പ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ നടത്തം കഴിഞ്ഞ് വീട്ടിലേക്ക് പോവാണ്. ഇവിടെ സമയം ഒരു 3 മണി ആയിട്ടുണ്ട് കേട്ടോ. എനിക്കിത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പോയിട്ടൊന്ന് നീന ലേറ്റായിട്ട് വരാം. അപ്പോൾ നീനാനെ എടുക്കാൻ വേണ്ടിയിട്ട് പോകണം. അപ്പോൾ ഞാൻ നടത്താൻ കഴിഞ്ഞ് വീട്ടിലെത്തിയിട്ടാണ്. അപ്പോൾ ഇന്ന് വലിയ തണുപ്പില്ല. അപ്പോൾ ഞാനിന്ന് എന്താ നമ്മുടെ കൂടൊക്കെ വൃത്തിയാക്കി കാണിക്കട്ടെ കേട്ടോ. എന്താ ഇനി അങ്ങോട്ടേക്ക് വൃത്തിയാക്കാൻ വരാനൊക്കെ ഭയങ്കര പാടായിരിക്കും. കാരണം നല്ല തണുപ്പ് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ പുറത്ത് ഇറങ്ങി ക്ലീനിങ് ഒക്കെ ഭയങ്കര പാടായിരിക്കും. ഞാനിന്ന് ഫുള്ള് ക്ലീനൊക്കെ ചെയ്ത് വെള്ളം ഇടയ്ക്കിടയ്ക്ക് മാറ്റി വയ്ക്കേണ്ടതാണ്. പിന്നെ അവർക്ക് മുട്ട ഇടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കൂടി എൻ്റെ അടുത്ത് വക്കോലൊക്കെ ഇരിക്കണ്ടായിരുന്നു. വക്കോലൊക്കെ ഒന്ന് വെച്ച് കൊടുത്ത് അതിൻ്റെ ലാഡറി ശരിയല്ല. അവിടെ ഞാൻ വെച്ചിരുന്നൊക്കെ വിട്ടുപോയി. അതൊക്കെ അവർ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് കയറി വന്നതാട്ടെ. അവർക്ക് ഇവിടെയൊക്കെ നല്ല ഇവിടെ ഈ ഇവിടെ ഒരു ചെറിയ വാതിലുണ്ട്. അവിടെ ചെറുതായിട്ടൊരു വിടവുണ്ടായിരുന്നു. അവിടെ ഞാനൊരു മരമൊക്കെ വെച്ച് അടിച്ച് ബന്ധോസാക്കിയിട്ടുണ്ട്. അല്ലെങ്കിൽ നല്ല തണുപ്പ് വരുമ്പോഴേ ഇവർക്ക് ഭയങ്കര പാടാവും. ഇതിൻ്റെ ഉള്ളിൽ ലൈറ്റ് ഇടണം. ലൈറ്റ് ഇട്ടിട്ടില്ല. ലൈറ്റ് ഇടാൻ വേണ്ടിയിട്ട് ഒരാളെ വിളിച്ചിട്ടുണ്ട്. ആൾ വരാമെന്ന് പറഞ്ഞിട്ട് വന്നിട്ടില്ല. ലൈറ്റ് ഇട്ട് തുടങ്ങണം, അല്ലെങ്കിൽ ഭയങ്കര തണുപ്പ് വരും. ഇത് പെല്ലറ്റ്സ് എന്ന് പറഞ്ഞൊരു സാധനമായിട്ട് ഇട്ടേക്കുന്നത്. ഇട്ടിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോഴിക്കാട്ടൊക്കെ കിടന്നിട്ട് ഇങ്ങനെ എന്താ പറയുക, അങ്ങനെ വൃത്തികേടാവില്ല. കൂട് ഇപ്പോൾ നന്നായിട്ടിരിക്കും. കൂട് കാണാൻ വേണ്ടിയിട്ട് എല്ലാവരും വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ എൻ്റെ കൂട് ക്ലീനിങ് ഒക്കെ കഴിഞ്ഞു. ഇനി ഞാൻ അകത്തേക്ക് പോട്ടെ.